വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? റുവ ബേബിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നാളെ, അതായത് October 12th കേട്ടാ. അപ്പൊ ഇന്ന് തലേ ദിവസമാണ് ബർത്ത്ഡേയുടെ. വർത്താനം പറയണ്ട, ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടിട്ടാ, ചെടിയൊക്കെ കണ്ടിട്ടാണ് വർത്താനം. റുവ ബേബിന്റെ ബർത്ത്ഡേ അല്ലേ നാളെ? ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം ബർത്ത്ഡേക്കുള്ള. അപ്പോൾ എൻ്റെ പപ്പ, ഉമ്മ, റിച്ചു, റിസ, പിന്നെ ഇവിടെ ഇക്ക, ബാബി, പിന്നെ മാമ, മാമി അവരൊക്കെ ഒന്ന് വരുമായിരിക്കും നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തതാണ്. ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തേ എല്ലാവർക്കും. അപ്പൊ നമുക്ക് അവരൊക്കെ വന്നിട്ട് ഉള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ, എന്താ സന്തോഷം, നാളെ ബർത്ത്ഡേ ഹാപ്പി ആണല്ലേ? ബേബി എല്ലാവർക്കും ഹലോ പറ. അങ്ങനെ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടാ. പിന്നെ നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഫസ്റ്റ് ബലൂൺസ് വീർപ്പിക്കുന്ന തിരക്കിലാണ് കേട്ടോ എല്ലാവരും. ഞാൻ ഓൺലൈനിൽ ഒരു ബട്ടർഫ്ലൈ തീമിലാണ് കേട്ടോ ബലൂൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒരുവിധം നമ്മളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ ഒരു തീം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഏത് രീതിയിലാണ് ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്, ഫൈനലി എങ്ങനെ വരേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ തന്നെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ആദ്യം ആണുങ്ങൾ ഇരുന്ന്, അവരെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളെല്ലാവരും ഇരുന്നത്. രാത്രി ഡിന്നറിനായിട്ട് ഉമ്മ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറോട്ട വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഫുഡ്. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലൊക്കെ പോയിട്ടാ. ഇത് നെക്സ്റ്റ് ഡേയിലത്തെ വിശേഷങ്ങളാണ്. പിന്നെ അന്ന് രാത്രി വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഓരോ ടീംസായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നു ബർത്ത്ഡേക്ക്. അപ്പം നമ്മൾ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർമെലൺ ജ്യൂസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ ഇപ്രാവശ്യം കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത് കേക്ക്സ് ബൈ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ സ്ട്രോബെറി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേക്കാണ്. പിന്നെ പപ്പയും ഉമ്മൊക്കെ വരുന്ന ടൈമിൽ അവർ വേറെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 1 എഴുതിയിട്ടുള്ള കേക്ക് അവർ കൊടുത്തതാണ്. അത് പിന്നെ കേക്ക് ബോക്സിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ചാവക്കാടുള്ള. അത് ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനുക്കൊക്കെ വന്നപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ ഉടുപ്പ് റുവ മോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഉടുപ്പാണ് റുവ ബേബിക്ക് ഈ ബർത്ത്ഡേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു റുവാക്ക് ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. ഓർഡർ ചെയ്ത ഡ്രസ്സ് എന്താണ്, എനിക്ക് കിട്ടിയത് എന്താണെന്നുള്ളത് വളരെ മോശമായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ കാണിച്ച പോലെയല്ല, കളറും ചേഞ്ചായി, ഡിസൈനും. ഞാൻ നല്ല പൊന്തിയൊക്കെ നിൽക്കണ നല്ല അടിപൊളി ഉടുപ്പൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇനി എന്ത് ചെയ്യും, ഈ ഒരു ഉടുപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോഴാണ് സിനു ഇങ്ങനെ ബട്ടർഫ്ലൈ തീമിൽ തന്നെ ഉള്ള ഡ്രസ്സാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായി. അവൻ വന്നിട്ട് അപ്പോൾ റുവ ബേബിക്ക് ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഇതേ റുവ മോൾക്ക് ഈ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കണ്ട. ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി എത്തിയിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ലേറ്റ് ആക്കണ്ട, ഫുഡ് വിളമ്പാന്നുള്ള ഇതിൽ ഓരോ സൈഡിൽ നിന്ന് ഫുഡൊക്കെ വിളമ്പി തുടങ്ങി. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ ബീഫ് കൊണ്ടാട്ടമാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില ആൾക്കാർ ചിക്കനും ബീഫൊന്നും കഴിക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഉമ്മ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് വീട്ടിലുണ്ടാക്കി. പിന്നെ എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുടിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആ മറ്റേ കേക്ക് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന ടൈമിലാണ് ഓർമ്മ വന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് എല്ലാവരും കേക്കും അതുപോലെ ഫുഡൊക്കെ നല്ല ഒപ്പീനിയനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതേ കുട്ടീസൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഈ കേക്കും എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും സെയിം ഡ്രസ്സ് ഇട്ടേക്കണ്. ഞങ്ങൾക്ക് ആരാ ഡ്രസ്സ് അടിച്ചെന്ന് പറഞ്ഞു കൊടുത്തേ? ഞങ്ങൾക്ക് മമ്മ ഡ്രസ്സ് അടിച്ചെന്നതാ. സൂപ്പർ ഡ്രസ്സില്ലേ?